ഈ പിന്നെ മോഹൻലാലും അതായത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിൽ പലപ്പോഴും അച്ഛനും മകനും എപ്പോഴും ഉണ്ടാവാറുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ സ്ഫടികത്തിലായാലും തിലകൻ മോഹൻലാൽ കിരീടത്തിലുമുണ്ട്. ഇവിടുത്തെ ശരിക്കും റിയൽ ലൈഫിലുള്ള അച്ഛനും മകനും എങ്ങനെയാണ് അവർ? അങ്ങനെയില്ല, ഒരുപാട് അങ്ങനെ അച്ഛൻ അങ്ങനെ വലിയ വർത്തമാനം പറയുന്ന സ്വഭാവമല്ല. അപ്പോൾ ആവശ്യത്തിന് മാത്രം അച്ഛൻ, പക്ഷെ അമ്മ ത്രൂ ആണ് എല്ലാം എൻ്റെ കൂടെ പറയുള്ളൂ. അയാൾ അച്ഛനും എന്നെ കൂടിയാണ് അയാളുടെ കാര്യങ്ങൾ അറിയണത്. എല്ലാ കാര്യങ്ങളും എന്നെ കൂടെ അറിയുള്ളൂ. പക്ഷെ എന്തുണ്ടെങ്കിലും അച്ഛൻ്റെ കാര്യം എപ്പോഴും തിരക്കും, എല്ലാ കാര്യങ്ങളും തിരക്കിക്കൊണ്ട് ദിവസവും വീട്ടുകാര്യങ്ങളെല്ലാം അറിയാൻ തിരക്കും. ഒന്നുമില്ല, എന്നാലും കൂടുതൽ എൻ്റെ അടുക്കലാണ് തിരക്കുന്നത്. എനിക്ക് തോന്നുന്നു അച്ഛൻ ജോലിക്കൊക്കെ പോകുന്നോണ്ടായിരിക്കും, വിളിച്ചാൽ കിട്ടത്തില്ല, സമയത്തിന് കിട്ടാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല തിരക്കണത്. മോഹൻലാൽ ഒരു അമ്മ, സിനിമയിൽ അമ്മയുണ്ടെങ്കിൽ ഇപ്പോൾ കവിയൂർ പൊന്നമ്മയും മോഹൻലാലും സ്ക്രീനിൽ തെളിയുമ്പോൾ ശരിക്കും അമ്മയും മോനും വേറൊരു നടനും ഇല്ലാത്തതാണ് ഇങ്ങനൊരു അമ്മയോടുള്ളൊരു വാത്സല്യവും നമുക്ക് അമ്മയെന്ന് നമ്മുടെയൊക്കെ അമ്മയെന്ന് തോന്നിപ്പോകുന്ന. ശരിക്കും പൊന്നമ്മയായിട്ട് ചേരുമ്പോൾ നന്നായിട്ടുണ്ടാവും. അത് അമ്മയായിട്ടുള്ള രൂപസാദൃശ്യം കൊണ്ടായിരിക്കും അത് അവരുടെ അഭിനയത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. നന്നായി ചേരും, എനിക്കിഷ്ടമാണ്. മോഹൻലാലിന് ഏറ്റവും ചേരുന്ന അമ്മയും കവിയൂർ പൊന്നമ്മയാണ്. പൊന്നമ്മയല്ലേ? ആണോ? ഞാൻ പൊന്നമ്മയോടും പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ടുണ്ടാവും നിങ്ങൾ രണ്ടുപേരും കൂടി ചേരുമ്പോഴെന്ന് പറയും. ഈ ഓണത്തിനൊക്കെ എപ്പോഴാണ് പിന്നെ മോഹൻലാൽ അമ്മയെ കാണാൻ വരുന്ന സമയം? എപ്പോഴാണ് സമയം കിട്ടുകയെന്ന് വെച്ചാൽ അപ്പോഴും വരും, അതിന് പ്രത്യേകിച്ച് സമയമില്ല. പിന്നെ അപ്പോഴും വന്നിട്ട് അന്ന് പോവാണെങ്കിൽ ഞാൻ പറയും മക്കൾ വരണ്ടെന്ന് പറയും. അല്ലാതെ കഷ്ടമാണ്, 2 ദിവസമെങ്കിലും നിൽക്കാനാണെങ്കിൽ വരാൻ പറയും. പിന്നെ അവൻ്റെ ജോലിയുടെ കാര്യം എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് പരിഭവമില്ലല്ലോ. മോൻ എപ്പോഴും സമയം കിട്ടും അപ്പോഴും വരും, 2 പേരും വരും. ദിവസവും വിളിക്കും, എന്നും വിളിക്കും. ഞാൻ വിളിക്കാൻ താമസം ലാലു വിളിക്കും, ലാലു വിളിക്കാൻ താമസം ഞാൻ വിളിക്കും, മോളും വിളിക്കും. പിന്നെ ഇപ്പം എൻ്റെ മകൻ മരിച്ചുപോയി, അതിനുശേഷം കുറച്ചും കൂടി കർശനമാക്കി നീ വിളി. പേരക്കുട്ടികളെ കുറിച്ച് എനിക്ക് മൂത്ത മകൻ ഒരു കുട്ടിയുണ്ട്, അവൻ്റെ പേര് നീരജ് എന്നാണ്, 8ൽ പഠിക്കുന്ന കേന്ദ്രീയ വിദ്യാലയത്തിൽ. ലാലുവിന് 2 കുട്ടികൾ, നല്ല കുട്ടികളാണ്, 3 പേരും നല്ല കുട്ടികളാണ്. അവർക്ക് മലയാളമേ അറിയുള്ളൂ. സുചിത്രയൊക്കെ മലയാളമല്ലേ, അവരൊക്കെ നന്നായിട്ട് വായിക്കുകയും ചെയ്യും, നന്നായിട്ട് ചെയ്യും കുട്ടികളൊക്കെ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ അറിയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മലയാളം നന്നായിട്ട് പറയും, വടക്കൻ ഭാഷയാണല്ലോ, നന്നായിട്ട് പറയും. ചലച്ചിത്ര ലോകത്തിന്റെ പുണ്യം. ഭാവാഭിനയ ചക്രവർത്തി. മലയാളത്തിന്റെ ലാലേട്ടന് കൈരളിയുടെ പിറന്നാൾ സമ്മാനം. ഇത്രയും മധുരമുള്ള